ഹൈ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ വെന്യൂ. അപ്പൊ ഇന്ന് നല്ല അടിപൊളിയായിട്ടുള്ള എന്താ പറയാ, ഈ ഒരു പാറ്റേൺ നമ്മൾ കോട്ടൺ അജ്രക്ക്, പ്യുവർ അജ്രക്കിലേ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതുപോലെ ബ്ലാക്ക് മെറൂൺ കോമ്പിനേഷൻ, അതായത് സാൻഡിൽ കളർ വിത്ത് മെറൂൺ ബോർഡർ, ബ്ലാക്ക് ബോർഡർ, അങ്ങനെ ആ ഒരു കോമ്പിനേഷൻ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ഇത് വന്നേക്കുന്ന കോട്ടൺ അജ്രക്ക് അല്ല, ഇത് പ്യുവർ മഷ്റൂം സിൽക്ക് ആണ് ഫാബ്രിക് വരുന്നത്. ശരിക്കും ഇതിങ്ങനെ ഫസ്റ്റ് ടൈം ആട്ടോ ഇങ്ങനത്തെ മെറ്റീരിയൽസ് ഒക്കെ കിട്ടുന്നത്. മഷ്റൂം സിൽക്ക് എപ്പോഴും വേറെ എന്താ പറയാ, മെറൂൺ ആ ബ്ലാക്ക് ഷെയ്ഡിലേക്കാണ് വന്നേക്കുന്നത്. ഈ ഒരു അന്ന് ചെയ്ത് നമുക്ക് ഒത്തിരി പേർക്ക് ഇഷ്ടപ്പെട്ട ഒരു പാറ്റേൺ ആണ് ഇത്. മഷ്റൂം സിൽക്കിലാണ് കേട്ടോ, അടിപൊളിയാണ്. കോട്ടൺ അല്ല, സിൽക്കാണ്. അപ്പൊ ഇതിന്റെ നമുക്ക് ഈ ഒരു സാൻഡിൽ വിത്ത് ബ്ലാക്ക് ബോർഡർ ഉണ്ട്. അതിൽ നമ്മൾ നെക്ക് നല്ല ഡിഫറെന്റ് ആയിട്ട് ഇതേപോലെ ചെറിയൊരു വി നെക്ക് വെച്ചിട്ട് ചെറിയ ഇതിന്റെ ഡിസൈൻ ഫാബ്രിക്കും ബോർഡർ നമ്മൾ കൊടുത്തിട്ടുണ്ട്. സ്ലീവിലോട്ടും ആ ഒരു ബോർഡർ കൊടുത്തിട്ടുണ്ട്. നല്ല തിക്നെസ് ഉള്ള ഫാബ്രിക് ആണ്. ഇതിന്റെ പ്രത്യേകത ഞാൻ കാണിച്ചു തരാം. അതുകൊണ്ട് തന്നെ നമ്മൾ ലൈനിങ് കൊടുത്തിട്ടില്ല. പിന്നെ ഇതിന് വിട്ട് കുറവായതുകൊണ്ട് നമ്മൾ ഈ പോർഷനിൽ ജോയിന്റ് ഉണ്ട് കേട്ടോ. ഇതെല്ലാം പറയുന്നത് ഇത് കണ്ടോ, ഈ ഫാബ്രിക് ശരിക്കും ഒരു മൊഡാലിനെക്കാട്ടിലും ഭയങ്കര സ്മൂത്ത് ആയിട്ടുള്ള ഒരു ഇതാണ് കണ്ടോ. നല്ല രസമാണ് ഇത് ശരിക്കും. എന്താ പറയാ, അതും ലിമിറ്റഡ് മെറ്റീരിയൽസേ ഉള്ളൂ കേട്ടോ. ഇങ്ങനെ കിട്ടുന്നത് നമ്മൾ എത്രയും ഇങ്ങനെ കൺവേഴ്സ് ഇറക്കുമ്പോൾ കിട്ടുന്ന മെറ്റീരിയൽസ് ആണ്. പിന്നെ ഇതിന്റെ ഇത് കണ്ടോ, ഈ ഫ്രണ്ടിൽ ഇതുപോലത്തെ ഭയങ്കര ഒരു സ്മൂത്ത് ആയിട്ടുള്ള ഇതാണ്. അതിന്റെ ഉള്ളിലേക്ക് വരുമ്പോൾ കോട്ടൺ ഈ ഒരു കണ്ടോ, അത്രയും ഫിനിഷിങ് വന്നേക്കുന്ന നല്ല തിക്നെസ് ഉള്ള ഒരു ഇതിന്റെ ഉൾവശം. അതാണ് ഇതിന്റെ ഈ ഒരു ഫാബ്രിക്കിന്റെ പ്രത്യേകത വരുന്നത് കണ്ടോ. ഇങ്ങോട്ട് ഈ ഒരു ഇത് വരുന്ന ബാക്ക്, ഈ സൈഡ് വരുമ്പോൾ പ്യുവർലി സിൽക്കിന്റെ ശരിക്കും ഒരു ഷൈനിങ് ഉള്ള ഒരു സൈഡാണ് കേട്ടോ. അപ്പം ഞാൻ ഇതിന് ചെറിയൊരു വീഡിയോ ഇട്ട് കാണിച്ചില്ല, കാരണം എന്നാലും നിങ്ങൾക്ക് ആ ഫാബ്രിക്കിന്റെ ഭംഗി മനസ്സിലാവുള്ളൂ. ഇത് വന്നിട്ട് മെറൂൺ പ്ലസ് ഈ ഒരു സാൻഡിൽ വിത്ത് മെറൂൺ കോമ്പിനേഷൻ ആണ് ബോർഡർ വന്നേക്കുന്നത്. അതിന് നമ്മൾ സെയിം മെറൂൺ കളർ നെക്കും കൊടുത്തിട്ടുണ്ട്. അപ്പം ഇതൊക്കെ കുറച്ചേ ഉള്ളൂ. നമുക്ക് പ്ലസ് സൈസ് ഇതിന്റെ അവൈലബിൾ ആവില്ല കേട്ടോ. അപ് ടു ഡബിൾ എക്സൽ വരെയുള്ള സൈസസേ ഉണ്ടാവുള്ളൂ. അടുത്ത കളറാണ് എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള ബ്ലാക്ക്. ഇത് അടിപൊളിയാണ്. ഈ ബ്ലാക്ക് വിത്ത് ബ്ലാക്ക് ആണെങ്കിൽ നമുക്ക് അധികം പീസും ഇല്ല. ഇതുപോലെ മെറൂൺ ബോർഡർ ആണ് ബ്ലാക്കിൽ കൊടുത്തേക്കുന്നത്. ഇതും വി നെക്ക് വെച്ചിട്ട് ഈ ഒരു നെക്ക് ഇതേപോലെ കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ ബാക്ക് സൈഡ് ഇതേപോലെ ഉണ്ട്. ഓക്കെ, ഈ ഒരു സെയിം സ്ലീവ് ഇതേപോലെ ബോർഡർ മെറൂൺ തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഞാൻ ഈ ഓരോ പാറ്റേൺസും വേറെ ഇത് കാണിച്ചു തരാം. സ്ലിറ്റ് ഉള്ള പാറ്റേൺ ആണ് ചെയ്തേക്കുന്നത്. ലെങ്ത് 47 ആണ് വരുന്നത്. വിത്തൗട്ട് ലൈനിങ് ആണ്. ഇതിന്റെ ഉൾവശം കണ്ടോ, ഇതുപോലെ ഇങ്ങനെ ഉണ്ടാവും. ഈ ഒരു അജ്രക്കിന്റെ പ്യുവർ, ഈ മഷ്റൂം സിൽക്കിലോട്ട് പ്യുവർ അജ്രക്കിന്റെ ഹാൻഡ് ബ്ലോക്ക് പ്രിന്റ് വന്നേക്കണം കേട്ടോ. ഓക്കെ, പാറ്റേൺ ഇതേപോലെ ഉണ്ടാവും. ബ്ലാക്ക് വിത്ത് മെറൂൺ കോമ്പിനേഷൻ. ആക്ച്വലി ഇതിനകത്ത് ഈ നെക്ക് കൊടുക്കേണ്ടത് മെറൂൺ ആയിരുന്നു, വിട്ടുപോയതാണ് കേട്ടോ. അപ്പം അത് വേണമെങ്കിൽ അങ്ങനെ തന്നെ ചെയ്യാം. അതല്ല, ഈ ഒരു പാറ്റേൺ ഡിഫറെന്റ് ആയിട്ട് ഇങ്ങനെ തന്നെ ആണെങ്കിലും ഓക്കെയാണ്. കാരണം ഞാൻ എപ്പോഴും ആ മെറൂണിന്റെ ബോർഡർ ആണ് അങ്ങനെ കൊടുക്കാൻ പറഞ്ഞത്. അത് അങ്ങോട്ടും ഇങ്ങോട്ടും ആ ബോർഡറുകൾ വെച്ചപ്പോൾ മാറിപ്പോയതാണ്. അപ്പൊ അത് പോസിബിൾ ആണ്. ഈ ഒരു മെറൂൺ തന്നെ ഇതിനകത്തോട്ട് വയ്ക്കല് പോസിബിൾ ആണ്. അടിപൊളിയാണ്. ബ്ലാക്ക് സാൻഡിൽ കളർ കോമ്പിനേഷൻ. ഇതുപോലെ നെക്ക് നല്ല അടിപൊളിയായിട്ട് ഒരു പി നെക്ക് വെച്ചിട്ട് മിഡിലിൽ നമ്മൾ ആ ഒരു ബോർഡർ പീസ് വെച്ചിട്ടുണ്ട്. താഴോട്ട് ഇതേപോലെ അടിപൊളി ബോർഡർ ആണ്. അത് ഏറ്റവും പ്രത്യേകത. ഇത് മഷ്റൂം സിൽക്കിലേക്കാണ്. അപ്പൊ ഇനി ഒരു പാറ്റേണും കൂടി ഉണ്ട്. അപ്പൊ ഞാൻ വീഡിയോ ഇത് ചെയ്തോണ്ടിരുന്നപ്പോഴാണ് വേറൊരു പാറ്റേൺ ബ്ലാക്ക് വിത്ത് ഈ ബ്ലാക്ക് തന്നെ നമ്മള് കോളർ അല്ലാതെ, അതായത് വി നെക്ക് അല്ലാണ്ട് വേറൊരു പാറ്റേണിലോട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞു ഇതിലൊന്നും ഒരുപാട് പീസസ് ഇല്ല കേട്ടോ. നമ്മൾ റെഡിയാക്കിയേക്കുന്ന കുറച്ച് പീസസേ ഉള്ളൂ. അപ്പൊ അത് ഞാൻ കാണിച്ചു തരാം. ഈ ഒരു സെയിം തന്നെ നമ്മള് ബോട്ട് നെക്കിലോട്ട് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പൊ ആ നെക്ക് വേണ്ടാന്നുള്ളവർക്ക് ബോട്ട് നെക്ക് വിത്ത് ഈ ഒരു വി കട്ടിങ് കൊടുത്തിട്ട് ഇതേപോലെ ഇവിടെ ചെറിയൊരു പാച്ച് കൊടുത്തിട്ട് ഈ മഷ്റൂടെ ഒരു ഡിസൈനർ സ്ലീവ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അത് തന്നെയാണ് നമ്മൾ ഇവിടെയും പാച്ച് കൊടുത്തേക്കുന്നത് ബാക്ക് സൈഡിലോട്ട്. കാരണം എന്തായാലും ഈ ഫാബ്രിക്കിന് ഇവിടെ ജോയിന്റ് വരുന്നുണ്ട് ഞാൻ പറഞ്ഞു. അപ്പോൾ ഇതുപോലെ ബാക്ക് സൈഡും ഇതേപോലെ തന്നെ ബോട്ട് നെക്ക് വേണ്ടാന്നുള്ളവർക്ക് ഇതേപോലെ തന്നെ നല്ല അടിപൊളിയായിട്ട് ഈ ഒരു ബോട്ട് നെക്ക് വിത്ത് ഈ ഒരു സ്ലീവ് മഷ്റൂവിന്റെ ഈ ഒരു ഡിസൈൻ ഫാബ്രിക് കൊടുത്തിട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സ്ലിറ്റുള്ള പാറ്റേൺ. ഇനി വേറെ ഒരെണ്ണം കൂടി ഉണ്ട്. ഇത് വന്നിട്ട് നല്ല അടിപൊളി. ഇതൊക്കെ നമ്മൾ മുമ്പ് ചെയ്ത പാറ്റേൺസിൽ ഇതുപോലെ വന്നേക്കണം. ഇത് കണ്ടോ, ഇത് നമ്മൾ മുമ്പ് വീക്കോളം ഒത്തിരി പേര് എൻക്വയറി ചെയ്തേക്കണേന്റെ ഒരു പീസാണ്. അപ്പൊ അതിൽ നമ്മൾ ബാലൻസ് വന്നത് നമ്മൾ ഇതുപോലെ ബാക്ക് പ്ലെയിൻ മഷ്റൂം കൊടുത്തിട്ട് ഇതേപോലെ ചെയ്തിട്ടുണ്ട്. പ്ലെയിൻ മഷ്റൂം ആണ് ബാക്ക് കൊടുത്തേക്കുന്നത്. അപ്പൊ ഫ്രണ്ടിലോട്ട് ഇതേപോലെ ഈ ഒരു ഡിസൈൻ ഫാബ്രിക് വെച്ചിട്ട് ഇതിന്റെ യോക്കിന്റെ ഇവിടെ നമ്മൾ ഈ ഒരു പാച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് സ്ലീവിലോട്ട് ബോർഡറും കൊടുത്തിട്ടുണ്ട്. നല്ല അടിപൊളി കേട്ടോ. ഇതൊക്കെ നമുക്ക് റെഡിയാക്കിയേക്കുന്ന പീസുകളേ ഉള്ളൂ, പ്ലസ് സൈസ് ഉണ്ടാവില്ല. ലെങ്ത് 47 വരും. പാറ്റേൺ ഇതേപോലെ നല്ല അടിപൊളിയായിട്ട് നമുക്ക് നല്ല ഈ ഫാബ്രിക്കിൽ ഏത് യൂസ് ചെയ്താലും ഭയങ്കര സ്ലിം ആയിട്ട് തോന്നും. കാരണം അത്രയും നല്ല ഇത് ബോഡി ഹഗ്ഗിങ് ആയിട്ട് കിടക്കുന്ന. പക്ഷെ ലൈനിങ് ഇല്ലെങ്കിലും ഒട്ടും ട്രാൻസ്പെറന്റും അല്ല, നല്ല തിക്നെസ് ഉള്ളതാണ്. അതാണ് ഈ ഫാബ്രിക്കിന്റെ നമ്മൾ ഈ ഒരു സൈഡ് കണ്ടോ, നല്ല തിക്നെസ് ഉള്ളതാണ്. അടിപൊളിയല്ലേ നോക്കി. സ്ലീവിലോട്ട് നല്ല ഡിസൈൻ ഫാബ്രിക് കൊടുത്തിട്ട് ഇവിടെ ചെറിയൊരു പാച്ച് കൊടുത്തിട്ട് ബോട്ട് നെക്ക് വിത്ത് ഈ ഒരു വി കട്ടിങ് ഇതേപോലെ നല്ല ഈ ഫാബ്രിക് സൂപ്പർ ആണ് കേട്ടോ. അത്രയും ഭംഗിയാണ് ഈ മഷ്റൂമിന്റെ ഫാബ്രിക് വരുന്നത്. അപ്പം ഇതും ലെങ്ത് 47 ആണ്.
അപ്പോൾ മഷ്റൂം സിൽക്കിൽ ഇതുപോലെ ഈ ഒരു മെറൂൺ കോമ്പിനേഷൻ ഉള്ള നല്ല അടിപൊളിയായിട്ട് ഇതും സിൽക്ക് തന്നെയാണ്. ഇതിന് ഞാൻ പറഞ്ഞില്ലേ, ഇത് ഫുൾ മെറൂണിലോട്ട് ഈ ഒരു ലൈൻസ് വരുന്ന ഡിസൈനിലോട്ട് ഈ ഒരു ലൈൻസിൽ ഇതുപോലെ വന്നേക്കുന്ന ഒരു ഡിസൈനാണ്. അത് നമ്മൾ വി കോളർ പാറ്റേണിലോട്ട് ചെയ്തിട്ടുണ്ട്. ഇതേപോലെ നല്ല അടിപൊളിയാണ്, ഒരു മെറൂൺ ഷെയ്ഡിലോട്ടാണ് ഇത് വന്നേക്കുന്നത്. ഇതുപോലെ ഉണ്ട്. അതിന്റെ ഫാബ്രിക്കിന്റെ ക്ലോസ് ആയിട്ട് ഞാൻ കാണിച്ചു തരാം. നല്ല രസമാണ്. ഇത് ബാക്ക് സൈഡും ഇതേപോലെയാണ്, സെയിം വരും. വി കോളർ പാറ്റേൺ ഈ ഒരു ഷെയ്ഡ് വരുന്നത് 47 ലെങ്ത് ആണ്, വിതൗട്ട് ലൈനിങ് ആണ്. ഇതിന്റെ ബാക്ക് ഇതാണ് ബ്ലാക്ക് വിത്ത് ഈ ഒരു ബോർഡർ, നല്ല അടിപൊളിയായിട്ട് ബ്ലാക്ക് വിത്ത് ഈ ഒരു ബോർഡർ, സാൻഡിൽ വിത്ത് ഈ ഒരു ബ്ലാക്ക് ബോർഡർ. ഞാൻ വേറെ ഇതേക്കണത് മെറൂൺ ബോർഡർ, പിന്നെ സാൻഡിൽ ബോർഡർ, ഇതേപോലെ ബ്ലാക്ക്, ഇതേപോലെ പിന്നെ ഞാനിപ്പോ വേറെ ഇതേക്കുന്നത്. ഓക്കെ, ചെയ്തിട്ട് ഒരു 7 to 10 വർക്കിംഗ് ഡേയ്സ് കഴിഞ്ഞിട്ടായിരിക്കും ഡെസ്പാച്ച് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ താഴെ വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. ഓക്കെ, താങ്ക് യു.